Hi students, we are discussing Block 3 Unit 8 of Financial Accounting. The name of the chapter is Depreciation. Today we are discussing Diminishing Balance Method. We already discussed Fixed Installment Method. Fixed Installment Method means charging depreciation same amount of depreciation every year. So fixed installment method എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും നമ്മൾ ഒരേ എമൗണ്ട് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക എന്നതാണ്. അപ്പോൾ അതിലെ പ്രോബ്ലംസ് നമ്മൾ ചെയ്യാൻ പഠിച്ചു. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും ആണ്. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ്? ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് ഈസ് സിമ്പിൾ ടു അപ്ലൈ. നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും, അതേപോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ അപ്ലൈ ചെയ്യാനും പറ്റും, സിമ്പിളാണ്. നെക്സ്റ്റ് അഡ്വാൻറ്റേജ്, amount of depreciation does not vary from year to year. ഡിപ്രീസിയേഷൻ എമൗണ്ട് നമ്മൾ വേരിയേഷൻ വരില്ല, എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ്റെ എമൗണ്ടിൽ വ്യത്യാസം വരുന്നില്ല, സെയിം എമൗണ്ട് ആയിരിക്കും. അണ്ടർ ദിസ് മെത്തേഡ് ദ ബുക്ക് വാല്യൂ ഓഫ് അസറ്റ് ഈസ് റെഡ്യൂസ്ഡ് എയ്തർ ടു സീറോ ഓർ ടു സ്ക്രാപ്പ് വാല്യൂ ആസ് ദ കേസ് മേ ബി. ഇനി ഈ ഒരു മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ്റെ വാല്യൂ, അസറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്തിട്ട്, അതായത് കുറഞ്ഞിട്ട് എവിടെ എത്തുന്ന പറയുന്നത്, ഒന്നുകിൽ സ്ക്രാപ്പ് വാല്യൂ ആയിരിക്കും അല്ലെങ്കിൽ സീറോ ആയിരിക്കും. സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ യൂസ്ഫുൾ ലൈഫ് കഴിഞ്ഞാൽ വല്ല എമൗണ്ട് ഉണ്ടെങ്കിൽ അതുവരെ എത്തും, അതല്ലെങ്കിൽ സീറോ വരെ എത്തും. അത് നമ്മൾ കുറച്ച് കൊണ്ടുവരും. ഓരോ വർഷം അസറ്റിന് ഡിപ്രീസിയേഷൻ കുറച്ചിട്ടാണ് അടുത്ത വർഷം അസറ്റിൻ്റെ വാല്യൂ എഴുതുക. നെക്സ്റ്റ്, ഇൻ ദിസ് മെത്തേഡ് ഡിപ്രീസിയേഷൻ ചാർജ് സ്പ്രെഡ് ഈക്വലി ഓവർ ദ എൻറ്റയർ പീരിയഡ് ഓഫ് ഇറ്റ്സ് ആൻറ്റിസിപ്പേറ്റഡ് വർക്ക് ലൈഫ്. ഇനി ഈ ഒരു മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് സ്പ്രെഡ് ചെയ്യുന്നത് ഈക്വലായിട്ട്, അല്ലെ, എല്ലാ വർഷവും ഈക്വലായിട്ട് സ്പ്രെഡ് ആവും. സോ ഇറ്റ് ഈസ് കൺസിഡേർഡ് പർട്ടിക്കുലർലി സ്യൂട്ടബിൾ ഫോർ അസറ്റ്സ് വിച്ച് ഗെറ്റ് ഡിപ്രീസിയേറ്റഡ് മോർ ഓൺ അക്കൗണ്ട് ഓഫ് ലാപ്സ് ഓഫ് ടൈം സച്ച് ആസ് ലീസ് ഹോൾഡ്, പാറ്റന്റ് എക്സെട്ര. സാധാരണ ഓരോ വർഷങ്ങൾ കഴിയുമ്പോൾ എമൗണ്ട് കുറഞ്ഞു വരുന്ന മെത്തേഡിന് വരുന്ന ഐറ്റംസ്, ലീസ്, പേറ്റന്റ്, അങ്ങനെയുള്ള അസറ്റുകൾക്കാണ് കൂടുതലായിട്ട് ഈ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് സൂട്ടബിൾ ആവുക. സോ നമുക്ക് ഇവിടെ ആൻറ്റിസിപ്പേറ്റഡ് വർക്ക് ലൈഫ് മുഴുവൻ എൻറ്റയർ പീരീഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യും. സോ നമുക്ക് ഈ ഒരു അസറ്റ് സ്യൂട്ടബിൾ ആവുന്നത് കാലം മുഖേന ഡിപ്രീസിയേഷൻ വരുന്ന അസറ്റുകൾക്കാണ് കൂടുതലായിട്ട് ഈ പറയുന്ന മെത്തേഡ് ഫോളോ ചെയ്യാൻ എളുപ്പം. ലിമിറ്റേഷൻസ് ആണ്, ഇറ്റ് ഡസ് നോട്ട് റിഫ്ലക്ട് ദ കറക്റ്റ് ചാർജ് ഓൺ അക്കൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ. വേറൊരു മെത്തേഡ് പറയുന്നത്, ഇതിൻ്റെ ലിമിറ്റേഷനായിട്ട് പറയുന്നത് കറക്റ്റ് ചാർജ് ഓൺ അക്കൗണ്ട്, ഇറ്റ് ഡസ് നോട്ട് റിഫ്ലക്ട് ദ കറക്റ്റ് ചാർജ് ഓൺ അക്കൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ വെൻ ദ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ദ അസറ്റ് വേരീസ് ഫ്രം ഇയർ ടു ഇയർ. അതായത് ശരിക്കും ഇതിൽ ഡിപ്രീസിയേഷൻ കറക്റ്റ് എമൗണ്ട് പറയുന്നില്ല, കാരണം നമ്മൾ അസറ്റിൻ്റെ യൂട്ടിലൈസേഷൻ വ്യത്യാസം ഉണ്ടായിരിക്കും. കഴിഞ്ഞ വർഷത്തെ യൂട്ടിലൈസേഷൻ ആവില്ല അടുത്ത വർഷം. ഈ വർഷം ചിലപ്പോൾ നമ്മൾ കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടാവും, അടുത്ത വർഷം ഈ വർഷം നമ്മൾ ചിലപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും മെഷീൻ, അപ്പോൾ ഡിപ്രീസിയേഷൻ ശരിക്കും കൂടുതൽ വന്നിട്ടുണ്ടാവും. നെക്സ്റ്റ് ഇയർ ചിലപ്പോൾ കുറച്ചായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവുക. സോ ഇവിടെ ഒരേ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷനാണ് എല്ലാ വർഷവും ചാർജ് ചെയ്യുന്നത്. സോ അതൊരു കറക്റ്റായ മെത്തേഡ് അല്ല. ഇറ്റ് ഡസ് നോട്ട് റെക്കഗ്നൈസ് ദ റിയാലിറ്റി ദാറ്റ് ദ അസറ്റ്സ് ബിക്കം ഓൾഡർ, ദ എമൗണ്ട് ഓഫ് സ്പെൻഡ് ഫോർ റിപ്പയേഴ്സ് ആൻഡ് റിന്യൂവൽസ് ഡസ്റ്റ് ഗോസ് ഓൺ ഇൻക്രീസിങ്. പിന്നെ വേറൊരു കൺസെപ്റ്റ് ഉണ്ട്, അത് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അതായത് റിപ്പയർ എന്ന് പറയുന്നതൊക്കെ കൂടി വരിക ചെയ്യാം. ഓരോ വർഷം കഴിയുന്തോറും എന്താണ്, അസറ്റ് പഴകും തോറും എന്ത് സംഭവിക്കുന്ന, റേറ്റ് ഓഫ് റിപ്പയർ ചാർജസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ വെൻ ദ അസറ്റ് ഈസ് ബ്രാൻഡ് ന്യൂ, റിപ്പയർ ബിൽ വുഡ് ബി എയ്തർ നീൽ. അതായത് നമ്മൾ ഒരു അസറ്റ് പുതുതായിട്ട് വാങ്ങുന്ന സമയത്ത് എന്താണ്, അതിൻ്റെ റിപ്പയർ ചാർജസ് നില്ലായിരിക്കും. പക്ഷെ ഓരോ വർഷം കഴിയും തോറും എന്ത് സംഭവിക്കുന്നുണ്ട്, വിയർ ആൻഡ് ടിയർ കാരണം റിപ്പയർ ബില്ല് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് കിടക്കുന്നില്ല, ഡിപ്രീസിയേഷൻ റിപ്പയർ ചാർജസ് എന്ന് പറയുന്നത് യൂണിഫോം ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. നെക്സ്റ്റ്, ഇറ്റ് ഡസ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ദ മണി ഇൻവെസ്റ്റഡ് ഇൻ ദ അസറ്റ്. നമ്മൾ ഒരു അസറ്റ് വാങ്ങുമ്പോൾ നമ്മളൊരു എമൗണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് നമ്മൾ ഇവിടെ കണക്കാക്കുന്നില്ല. ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയിട്ടാൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും, ഇല്ലേ? പക്ഷെ ആ പൈസ നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്,
ഈ പറയുന്ന അസറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ കയ്യിൽ നിന്നൊരു എമൗണ്ട് നഷ്ടപ്പെടുന്നുണ്ട്, നമുക്ക് ലഭിക്കാവുന്ന ഒരു ഇൻട്രസ്റ്റ് നമ്മൾ നമുക്ക് പോകുന്നുണ്ട്. സോ അത് ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ഇതാണ് ലിമിറ്റേഷൻസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മുടെ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൻ്റെ ലിമിറ്റേഷനാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഒരു ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ് പറഞ്ഞാൽ വേറൊരു മെത്തേഡ് ഉള്ളത്. ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ് പറഞ്ഞാൽ അണ്ടർ ദിസ് മെത്തേഡ് though the rate of depreciation is fixed, it is calculated on the written down value of the asset. നമ്മൾ ഡിപ്രീസിയേഷൻ്റെ റേറ്റ് ഫിക്സഡ് ആയിരിക്കും, 10%, 20% ആയിരിക്കും. പക്ഷേ എല്ലാ വർഷവും നമ്മൾ കാണുന്നത് റിട്ടേൺ ഡൗൺ വാല്യൂവിൻ്റെ മുകളിലാണ്. റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റിൻ്റെ വാല്യൂന്ന് ആ വർഷത്തെ ഡിപ്രീസിയേഷൻ കുറച്ച് ബാലൻസ് വരുന്ന എമൗണ്ടാണ് റിട്ടേൺ ഡൗൺ വാല്യൂ. ബുക്ക് വാല്യൂന്ന് ഡിപ്രീസിയേഷൻ കുറച്ച് വരുന്നതാണ് റിട്ടേൺ ഡൗൺ വാല്യൂ. അതിന് എക്സാമ്പിൾ പ്രോബ്ലം ഉണ്ട്. ഈ ഒരു മെത്തേഡ് നമ്മൾ ബെറ്റർ ദാൻ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്നാണ് പറയുന്നത്. ബിക്കോസ് ഇറ്റ്സ് റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ. ദ കമ്പൈൻഡ് എഫക്റ്റ് ഓഫ് റിപ്പയേഴ്സ് ആൻഡ് ഡിപ്രീസിയേഷൻ വിൽ ബി മോർ ഓർ ലെസ് യൂണിഫോം. അപ്പോൾ നമ്മൾ ഒരു എന്താണ് ഡിപ്രീസിയേഷനും റിപ്പയേഴ്സിനും റിപ്പയേഴ്സ് ചാർജസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അവിടെ യൂണിഫോം ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. സോ ആനുവൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഇവിടെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് വരിക ചെയ്യാം. ആനുവൽ ഡിപ്രീസിയേഷൻ ഇവിടെ സെയിം എമൗണ്ട് അല്ല ഡിപ്രീസിയേഷൻ വരിക. ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യും, കുറഞ്ഞു വരും എന്നാണ് നമ്മൾ ഈ മെത്തേഡ് ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡിൽ സംഭവിക്കുന്നത്. അതേപോലെ തന്നെ ഇറ്റ് ഈസ് ബെറ്റർ ദാൻ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്നാണ് പറയുന്നത്. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിനേക്കാൾ ബെറ്റർ ആണ്. അതിന് കാരണം എന്ന് പറയുന്നത് റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ, the combined effect of repairs and depreciation will be more or less uniform throughout the life of the asset. അതായത് നമ്മൾ കമ്പൈൻഡ് എഫക്റ്റ് ആണ് വരുന്നത്. നമ്മുടെ ഡിപ്രീസിയേഷൻ്റെയും അതേപോലെ തന്നെ റിപ്പയർ ചാർജസിൻ്റെയും കമ്പൈൻഡ് എഫക്റ്റ് ആണ്. അത് ഇവിടെ വാല്യൂ കുറഞ്ഞു വരുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, ആ എഫക്റ്റ് ഫില്ലാവുന്നുണ്ട്, യൂണിഫോം ആവുന്നുണ്ട്. നമ്മുടെ അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫിൽ മുഴുവൻ നമ്മൾ എന്ത് ചെയ്യും, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യും. നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ പ്രോബ്ലം ഉണ്ട്. കിഷോർ ലിമിറ്റഡ് പർച്ചേസ്ഡ് ട്രാക്ടർ കോസ്റ്റിംഗ് ₹1 lakh. കിഷോർ ലിമിറ്റഡ് പർച്ചേസ്ഡ് എ ട്രാക്ടർ വാങ്ങിച്ചു. കിഷോർ ലിമിറ്റഡ് 1 ലക്ഷം രൂപയ്ക്കാണ് വാങ്ങിച്ചത്. January 1, 2014 ആണ്. ദ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്, 20% per annum. റൈറ്റ് അപ്പ് ട്രാക്ടർ അക്കൗണ്ട്. നമ്മൾ ട്രാക്ടർ അക്കൗണ്ട് ഉണ്ടാക്കണം ഫോർ 5 years, 5 വർഷത്തെ, എൻഡിങ് 31st, 2018 അണ്ടർ ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ്. സോ നമ്മൾ ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡിലാണ് ഡിപ്രീസിയേഷൻ കണക്കാക്കേണ്ടത്. നമ്മൾ വാങ്ങിയത് 10 ലക്ഷം രൂപയ്ക്കാണ്. വാങ്ങിയ ഡേറ്റ് January 1, 2014. അപ്പം നമ്മൾ ഫസ്റ്റ് ട്രാക്ടർ അക്കൗണ്ട് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുക. ഒരു ഡേറ്റ് കോളം, ഒരു പർട്ടിക്കുലേഴ്സ് കോളം, എമൗണ്ട്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. ഓക്കെ, അങ്ങനെ 6 കോളം വേണം. ആദ്യത്തെ ഡേറ്റ് എഴുതുക. ഫസ്റ്റ് ഡേറ്റ് January 1, 2014 അല്ലേ, 2014 ആണ് നമ്മൾ അസറ്റ് വാങ്ങുന്നത്. ട്രാക്ടർ അല്ലേ വാങ്ങിച്ചത് എത്ര രൂപയ്ക്കാണ്, 1 lakh. സോ ടു ബാങ്ക് അക്കൗണ്ട്, ട്രാക്ടർ അക്കൗണ്ട് അപ് ടു ബാങ്ക് അക്കൗണ്ട്. സോ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 1 lakh എഴുതും. ഇനി നമുക്ക് വേറെ ഡീറ്റെയിൽസ് ഒന്നുമില്ല. സോ എന്ത് ചെയ്യണം, എല്ലാ വർഷവും നമ്മൾ ലാസ്റ്റ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. സോ December 31 ക്രെഡിറ്റ് സൈഡിൽ ബൈ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എങ്ങനെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക, 1 lakhൻ്റെ മുകളിൽ 20%. സോ 1 lakhൻ്റെ 20% പറഞ്ഞാൽ എത്രയാണ്, 20,000. കാൽക്കുലേഷൻസ് ഒന്ന് നിങ്ങൾ നോട്ടിൽ ചെയ്യുമ്പോൾ ബ്രാക്കറ്റിൽ എഴുതുക. 1 lakhൻ്റെ 20% പറഞ്ഞാൽ 20,000, അത്രയേ ഉള്ളൂ. സോ ബാലൻസ് ചെയ്യുക. 1 lakh എഴുതി ബാലൻസ് ചെയ്തു 80,000. So this is carry forward ആണ്. So it should be brought forward to 2015 January 1 to brought down. ഈ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടല്ല എഴുതേണ്ടത്, ടു ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ടാണ് എഴുതേണ്ടത്. ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഇവിടെ ഒക്കെ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ടാണ് വരേണ്ടത്.
കാരണം ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്, വ്യത്യാസമുണ്ട് അല്ലേ. ഇവിടെ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അക്കൗണ്ടിൽ നമ്മൾ ആദ്യത്തെ വർഷം മാത്രമാണ് എന്ത് ചെയ്യുന്നത് ടു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് വരുന്നുള്ളൂ. വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും അസറ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ മാത്രമാണ് എന്തുണ്ടോ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നത്. സോ ഇവിടെ ബാലൻസ് ബ്രോ ഡൗൺ ആണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ബാലൻസ് ബ്രോ ഡൗൺ എഴുതുമ്പോൾ ഈ ടു ബാങ്ക് വേണ്ട. സോ ഇവിടെ 80,000 ടു ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ടാണ് എഴുതേണ്ടത്. വീണ്ടും നമ്മൾ ബാലൻസ് ചെയ്യുക 2015 ബൈ ഡിപ്രീസിയേഷൻ എത്രയാണ് 16 lakh. എങ്ങനെ 16,000 ബൈ ഡിപ്രീസിയേഷൻ 16,000 എങ്ങനെ വന്നു, 80,000ൻ്റെ 20%, 80,000 ഇൻറ്റു 20/100 അതാണ് ഡിപ്രീസിയേഷൻ. 16,000 വന്നു, ബാലൻസ് ചെയ്തു 64,000. ആ 64,000 നമ്മൾ വീണ്ടും ടു ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് എഴുതുക 64,000. ഇനി ആ വർഷത്തെ ഡിപ്രീസിയേഷൻ 64,000ൻ്റെ 20% ആണ് 12,800. ദെൻ ബാലൻസ് ചെയ്ത് 51,200. 51,200ൻ്റെ 20% 10,240. വീണ്ടും ബാലൻസ് ചെയ്തു 40,960. 40,960ൻ്റെ ഡിപ്രീസിയേഷൻ 8,192. ബാലൻസ് 37,768. 5 വർഷത്തെ പറഞ്ഞത്. അപ്പോൾ 2014 to 2018, 14, 15, 16, 17, 18. അപ്പോൾ ഡിസംബർ 31 40,900ൻ്റെ 20% 8,192 എടുത്തു. ദെൻ അതിൻ്റെ ബാലൻസ് 37,768. അപ്പോൾ 5 വർഷത്തെ ഡിപ്രീസിയേഷൻ നമ്മൾ കണ്ടു. ഇത് സിമ്പിളാണ്, ഒന്നുമില്ല. എല്ലാ വർഷത്തെയും അസറ്റിൻ്റെ വാല്യൂ എഴുതണം. ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട്. ബാങ്ക് അല്ല അവിടെ വരുന്നത്, ബാലൻസ് ബ്രോ ഡൗൺ ആണ്. ആദ്യത്തെ വർഷം മാത്രമാണ് ടു ബാങ്ക് അക്കൗണ്ട് ഉള്ളൂ. പിന്നെ എല്ലാ വർഷവും നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക. അത് മൈനസ് ചെയ്തിട്ട് എടുത്ത എമൗണ്ടിൻ്റെ മുകളിൽ അടുത്ത വർഷം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക. അങ്ങനെ കുറച്ച് കൊണ്ടുവരിക. സോ ദാറ്റ് ഈസ് എളുപ്പമാണ് ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ?